ബിനു, ഈ വിമാനാപകടത്തിൽ മരിച്ച ഒരു മലയാളിയുണ്ട്, ഒരു നഴ്സായിട്ടുള്ള ഒരു രഞ്ജിത സ്ത്രീയാണ് രഞ്ജിത. അവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പോയിട്ട് വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് അവർ മടങ്ങി വീട്ടിലേക്ക് എത്തുന്നത്. വല്ലാത്ത ഒരു ദുഃഖം തന്നെയാണ് ആ വാർത്ത കാണുമ്പോൾ ഉണ്ടാകുന്നത്. അതെ, രഞ്ജിതയുടെ ഒരു ചിരിക്കുന്ന മുഖം നമുക്ക് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം വളരെ പ്രതീക്ഷയോടെ ഒരു സർക്കാർ ജോലിയുള്ള ഒരു പെൺകുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പൈസ കൂടുതൽ കിട്ടാൻ പോകുന്ന അവരുടെ വീട് പണിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പോയി ഇപ്പോൾ ആ വീട് കംപ്ലീറ്റ് ആവുകയാണ്. ഇപ്പോൾ ചിങ്ങമാസത്തിൽ പാലുകാച്ചിന് കയറാനിരുന്നതാണ്. ആ വീട്ടിലേക്കാണ് ഈ മൃതദേഹം കൊണ്ടുവരുന്നത്. ഭയങ്കരമായ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ഏതായാലും അപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിൻ്റെ സഹോദരൻ രതീഷ് ഇന്ന് പുല്ലാട്ടെ വീട്ടിലെത്തി. രാവിലെ കോഴിക്കോട് വിമാനം ഇറങ്ങിയ ശേഷമായിരിക്കും. വിമാനം ഇറങ്ങിയിട്ടാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്. അപ്പോൾ വിദേശത്താണ് ജോലി രതീഷിന്. രഞ്ജിതയുടെ സഹോദരങ്ങളായ രഞ്ജിത്തും രതീഷും ഇവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയിട്ടാണ് ഇത് മൃതദേഹം കൊണ്ടുവരുന്നത്. ഏതായാലും തിരുവല്ല തഹസീൽദാറിൽ നിന്നും രേഖകൾ കൈപ്പറ്റിയ ശേഷമായിരിക്കും അഹമ്മദാബാദിലേക്ക് യാത്ര തിരിക്കുക. ഏതായാലും DNA പരിശോധനയ്ക്ക് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക. ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ച് ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്ക് എത്തുക രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരം എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇന്നലെ വൈകിട്ടോടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും ആ വിവരം മക്കളായ ഇന്ദുചൂടനെയും ഇതികയെയും അറിയിച്ചിരുന്നില്ല. കാരണം മക്കൾ ഇവരോടൊപ്പം അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ വിദേശത്ത് നിന്നുള്ള ഇവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. കാരണം എപ്പോഴും ചിരിച്ച മുഖത്തോടെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്ന, അതോടൊപ്പം തന്നെ നന്നായി പാടുന്ന ഒരു കുട്ടിയായിരുന്നു രഞ്ജിത. ഏതായാലും അതൊരു വലിയ വിഷമമാണ്. അമ്മ കയറി വിമാനം അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് അലറിക്കറിഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഉരുകുകയായിരുന്നു ആ വീട്ടിലേക്ക് എത്തിയവർ. പിന്നീട് ആൾക്കൂട്ടം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് കുട്ടികൾ ഈ വിവരം അറിയുന്നത്. 5 വർഷം മുമ്പാണ് മസ്കറ്റിലേക്ക് പോയത്. അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടി. മക്കൾ ജീവനായിരുന്നു രഞ്ജിതയ്ക്ക്. 1 വർഷം മുമ്പാണ് കുടുംബ വീടിന് സമീപമുള്ള പുതിയ വീടിന് തറക്കല്ലിടുന്നത്. അതിനിടെ UK ജോലി കിട്ടിയപ്പോൾ മക്കളുമായി നാട്ടിലെത്തി. ഇവരെ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലും ഇരവിപേരൂർ OEM സ്കൂളിലും ചേർത്ത് അമ്മ തുളസിക്കുട്ടിക്കൊപ്പം നിർത്തി മടങ്ങി. വീട് പണി തീർത്ത് എത്രയും വേഗം മടങ്ങി വരാനായിരുന്നു നാളുകൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു രഞ്ജിത ഒമാനിൽ സ്റ്റാഫ് നഴ്സായി ജോലി നോക്കിയത് 9 വർഷത്തോളമാണ്. 1 വർഷം മുമ്പാണ് UK പോയത്. 4 ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തി മടങ്ങുമ്പോഴാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചത്. ഒമാനിലെ സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു രഞ്ജിത. സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിലും VIP വിഭാഗത്തിലും രഞ്ജിത സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രഞ്ജിതയുടെ അമ്മയും 2 മക്കളും സലാലയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിലാണ് സലാലയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് രഞ്ജിതയും അമ്മയും നാട്ടിലേക്ക് പോയത്. നാട്ടിൽ നിന്ന് പിന്നീട് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് UK പോയത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതോടെയാണ് രഞ്ജിത മക്കളെ അമ്മയെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് മക്കളെ നാട്ടിലെ സ്കൂളിൽ ചേർത്ത ശേഷം ഈ ഓണത്തിന് വരാനിരിക്കുകയായിരുന്നു. സലാലയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു രഞ്ജിത. നമ്മൾ പല സ്വകാര്യ ചാനലുകളിലും കണ്ടതാണ്. കൂടെ ജോലി ചെയ്തവരുടെയും ആ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമൊക്കെ രഞ്ജിതയെക്കുറിച്ച് പറയാൻ നന്മകൾ മാത്രം പറയുകയാണ്. കാരണം കരഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. ഏതായാലും UK പോർട്സ്മൗത്ത് ഹോസ്പിറ്റലിൽ യൂണിവേഴ്സിറ്റി NHS ട്രസ്റ്റിൻ്റെ ക്വീൻ അലക്സാണ്ട്ര ഹോസ്പിറ്റലിലെ കാർഡിയോളജി C6 യൂണിറ്റിൽ 2024 ഓഗസ്റ്റിലാണ് രഞ്ജിത നേഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നത്. UK 1 വർഷം പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിതമായ ഈ വിടവാങ്ങൽ. ഏതായാലും പോർട്സ്മൗത്തിലെ മലയാളികളായ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഇതൊരു തീരാ വേദന തന്നെയാണ്. ഒമാനിലെത്തി 4 വർഷത്തിന് ശേഷം നാട്ടിൽ വെച്ച് എഴുതിയ PSC ടെസ്റ്റ് വഴിയാണ് നേഴ്സായി കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ജോലി ലഭിച്ചത്. 3 മാസം ജോലി ചെയ്ത ശേഷം 5 വർഷത്തെ അവധിയെടുത്താണ് ഒമാനിൽ മടങ്ങിയെത്തി വീണ്ടും ജോലിക്ക് കയറിയത്. കഴിഞ്ഞ വർഷം NHS നേഴ്സായി ജോലി ലഭിച്ചപ്പോൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായി UK എത്തുകയായിരുന്നു. ഏതായാലും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വിയോഗ വാർത്ത തന്നെയാണ് രഞ്ജിതയുടേത്. അത് നാടിനും വീടിനും ഒപ്പം വിദേശത്തും ഒക്കെ ജോലി ചെയ്തവർക്ക് ഈ രഞ്ജിതയുടെ വിയോഗം താങ്ങാൻ കഴിയുന്നില്ല.
അത്ര അധികം ചിരിച്ച മുഖത്തോടെ എപ്പോഴും എല്ലാവരെയും വരവേറ്റിരുന്ന, പ്രത്യേകിച്ച് ഈ നമ്മൾ നേഴ്സുമാരെ കുറിച്ച് പറയുന്നത് മാലാഖമാർ എന്നാണല്ലോ. കാരണം നമ്മളെ രോഗം വരുമ്പോൾ നമ്മളെ ചികിത്സിക്കുന്ന ആ ഒരു വലിയ ആശ്വാസമാണ് കിട്ടുന്നത്. കാരണം വലിയ രോഗത്തിൽ പിടഞ്ഞ് വേദനിക്കുന്നവർക്ക് ഒരു ആശ്വാസം, കാരണം മരുന്നും അവരുടെ കെയറിങ്ങും അതൊരു നല്ലൊരു ജോലി തന്നെയാണ് ഈ നേഴ്സിംഗ് ജോലി എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ജോലികളിലൊന്നാണ് നേഴ്സ് ജോലി. അപ്പോൾ ആ ഒരു ജോലി ചെയ്ത് വളരെ സന്തോഷത്തോടെ വളരെ പ്ലസൻ്റായി ആ ജോലിയിൽ മികച്ച ജോലി തന്നെ കണ്ടെത്തുന്നു. സർക്കാർ ഉദ്യോഗം ലഭിച്ചിട്ടും ഈ വീടെന്നുള്ള സ്വപ്നം, കുഞ്ഞുങ്ങളെ വളർത്തണം എന്ന സ്വപ്നവുമായി വിദേശത്തേക്ക് പോയതാണ്. കുറച്ച് നാൾ ലീവ് എടുത്ത് ഇനി നാട്ടിൽ വന്ന് സെറ്റിലാവാൻ ഇരുന്ന സമയത്താണ് ഇത്തരത്തിൽ ദുരന്തം കവർന്നത്. അതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, വിധി ഏതു തരത്തിലാണ് വരുന്നത് നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. എന്തായാലും അവരുടെ കുടുംബത്തിന് ഈ ഒരു ദുഃഖത്തെ അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. പ്രിയൻ എന്താണ് തോന്നുന്നത്? അതായത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്ന നമുക്ക് പുതിയ പുതിയ കാലങ്ങളിൽ പുതിയ ദേശങ്ങളിലേക്കൊക്കെ ആൾക്കാർ പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് അന്വേഷിച്ചിട്ടാണ്. കുറച്ചുകൂടെ മാറ്റം ഉണ്ടാകുന്ന ഒരു ജീവിത നിലവാരത്തിൽ മാറ്റം, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ, വീടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുക, അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ നല്ല ചികിത്സ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ വെച്ചിട്ടാണ് വിദേശത്തേക്ക് പോകുന്നത്. അല്ലാതെ ഈ വിദേശത്ത് പോയി അവിടെ ചെന്ന് ഈ ബ്രെഡും ബർഗറും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ച് ജീവിക്കാനായിട്ട് മലയാളിക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അവനിവിടെ വൈകുന്നേരം ഒരു കട്ടൻ കുടിച്ച്, ഇല്ലെങ്കിൽ നല്ല ചോറുണ്ട്, അവിയലും സാമ്പാറും ഒക്കെ കൂട്ടി ചോറും കഴിച്ച്, ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ച് രാവിലെ ഇരിക്കാനായിരിക്കും, സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാനല്ലേ നമുക്കിഷ്ടം. അല്ലാതെ ഈ പറയുന്ന വരണ്ട ആഹാരം കഴിച്ച് തണുപ്പുള്ള രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ എങ്ങനെയാണ് മലയാളിക്ക് മനസ്സ് വരിക? അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വേണ്ടപ്പെട്ടവരെല്ലാം പിരിഞ്ഞിരിക്കുക, ഒരു ഓണം ഉണ്ണാൻ കഴിയാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മൾക്ക് തന്നെ അറിയാലോ. നമ്മൾ ജേർണലിസ്റ്റുകളൊന്നും മര്യാദയ്ക്ക് ഓണം ഉണ്ണുന്നവരല്ല. കാരണം മിക്കവാറും ആ സമയത്തെല്ലാം നമ്മൾ ന്യൂസ് ഡെസ്കുകളിലോ വാർത്താമുറികളിലോ ബ്യൂറോകളിലോ ഒക്കെ ജോലി ചെയ്യുകയായിരിക്കും. ഓണത്തിന് എവിടെന്നെങ്കിലും ഒക്കെ കഴിച്ചു വന്ന് വരുത്താറേ ഉള്ളൂ മിക്കവാറും. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ അങ്ങനെയാണ് എന്റെ ജീവിതം കൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചാനലുകളിലൊക്കെ തന്നെ ഓണസദ്യ ഉള്ളതുകൊണ്ട് സദ്യ കഴിക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പേരിന് വേണ്ടി ഒരു സദ്യ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ഘട്ടങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. അങ്ങനെ വലിയ പ്രതീക്ഷയും സ്വപ്നവുമായിട്ടാണ് വിദേശത്തേക്ക് പോകുന്ന മക്കളുടെ വിദ്യാഭ്യാസമാണ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം. അതുപോലെ തന്നെ ഈ വിദേശത്ത് ലണ്ടനിലൊക്കെ പോയിട്ട് ഒന്ന് സെറ്റിലാവാൻ കഴിഞ്ഞാൽ, മക്കളുടെ വിദ്യാഭ്യാസം ഏകദേശം പൂർത്തിയാക്കിയാൽ അവിടെ കൊണ്ടുപോയി മറ്റ് ജോലികളിലേക്കൊക്കെ അവർക്ക് കടക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള സ്വപ്നം കൊണ്ടാണ് അവർ ഇവിടുത്തെ സർക്കാർ ജോലി ലീവ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ സർക്കാർ തന്നെ അതിന് അവസരവും ഒരുക്കുന്നുണ്ട്. കാരണം ഇവരുടെ സേവനം മറ്റുള്ളവരുടെ കിട്ടും. അപ്പോൾ വിദേശ പണം കേരളത്തിലേക്ക് വരും. അവർക്ക് ഇവിടെ തിരികെ വന്നിട്ട് പെൻഷനൊക്കെ വാങ്ങി സമാധാനമായിട്ട് ജീവിക്കാനും കഴിയും. അവർ പോകുന്ന ഒഴിവിലേക്ക് ഇവിടെ മറ്റുള്ളവരെ നിയമിക്കാനും പറ്റും. അപ്പോൾ വലിയ സാധ്യതകൾ സർക്കാർ ഇക്കാര്യത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു, ഒരു മലയാളി അതിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ ദുരന്തം സംഭവിച്ചപ്പോൾ ആദ്യം ആലോചിച്ചതാണ്. ഞാൻ പ്രാർത്ഥിച്ചു, ഭഗവാനെ മലയാളികളാരും ഉണ്ടാവരുതേ. വലിയ വിഷമമല്ല ആരുണ്ടായാലും, ഏത് ഇന്ത്യക്കാരുണ്ടായാലും ലോകത്തിൽ ഏത് മനുഷ്യനുണ്ടായാലും നമുക്ക് ഈ അപകടത്തിൽ വിഷമം തന്നെയാണ്. പക്ഷേ മലയാളികൾ നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധമുള്ളവരാണല്ലോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ ദുഃഖമായി ഒരു മലയാളിയുടെ വേർപാട് വന്നിരിക്കുന്നു. അത് മാത്രമല്ല, അത് വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.